We are here in Churalmala, where multiple landslides killed over 300 people in a span of few hours. This is the remains of a temple that once stood tall in Churalmala town, and behind me you can also see a river that was once a canal and has been swollen ever since the landslide happened. Almost 5 days since the incident happened, one of the remarkable things that we have seen over the past few days is the coordination of the rescue efforts. Apart from the state machinery, NDRF, and other armed forces, locals here are actively participating in the rescue mission, apart from the youth brigade of almost all major political parties and charitable organizations, volunteers, and also NGOs. നിങ്ങൾ ആദ്യത്തെ ദിവസം തൊട്ട് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എത്രത്തോളം ഹോപ്പുണ്ട്? ഇന്നത്തെ ഹോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയൊരു സാധ്യത കാണുന്നതായിട്ട് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ഇപ്പം നമ്മൾ ഏറ്റവും അവസാനത്തിൽ ഇപ്പം ഇവിടെ LP സ്കൂളുണ്ട്. ആ LP സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു മലയാണ്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി വരുന്ന വെള്ളത്തിന് മുകളിൽ നിന്ന് വരുന്ന മൃതദേഹങ്ങൾ അടയാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ മല മൊത്തം അരിച്ച് പെറുക്കുന്നു. നമ്മൾ ഒരു ഡിസാസ്റ്റർ ഒരാളും അങ്ങോട്ട് എത്തിയിട്ടില്ല. നമ്മളിന്ന് അവിടെയാണ് തിരഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയും കണ്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പുഞ്ചിരമട്ടയിലാണ് ഇപ്പം നമ്മൾ ഇന്ന് തെരച്ചിലുണ്ടായിരുന്നു. ഇറ്റാച്ച് ഉപയോഗിച്ചുള്ള തെരച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ രണ്ടാളുകൾ ഒരു വീട്ടിൽ നിന്ന് രണ്ടാളുകൾ മിസ്സായി എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും തൊട്ട് മുമ്പിൽ ബാക്കിലുള്ള വീട്ടിൽ നിന്നുള്ള ആളുകൾ നേരത്തെ മാറിയതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. ആ വീട് മൊത്തം ആ വീടിരിക്കുന്ന ഭാഗത്ത് മൊത്തം ഇറ്റാച്ച് ഉപയോഗിച്ച് തരുന്നതാണ്. പക്ഷേ ഒന്നും കണ്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഏറ്റവും മുകളിൽ നിന്നുള്ളതൊക്കെ ആ ഫസ്റ്റ് ഇതിൽ തന്നെ ആ മുകൾ ഭാഗത്ത് കൂടെ ഒലിച്ച് പോകാനാണ് സാധ്യത. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇവിടുന്ന് കണ്ട് പൊട്ടി ഇറങ്ങിയിട്ട് ഇവിടെ ഒരു രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെയാണ് ആ ഭാഗത്താണ് ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. പിന്നെ മാത്രമല്ല ഫുള്ളായിട്ട് എന്തായാലും സാധ്യതയില്ല, പാർട്സായിട്ടാണ് കിട്ടാനും സാധ്യത ഉള്ളത്. 2018 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ സാധ്യത ബാക്കിയുള്ള പ്രദേശം, അതായത് ഇപ്പം നമ്മൾ ഇന്ന് പൂർണ്ണമായി അവിടെ അടിഞ്ഞ കല്ലുകൾ ഉൾപ്പെടെ മാറ്റി നോക്കുകയാണ്. കല്ലിൻ്റെ അടിയൊന്നും സാധാരണ നിലയിൽ വരില്ല. കാരണം നിലവിലുള്ള തറയേക്കാൾ 5 മുതൽ 10 മീറ്റർ വരെ താഴെ കുത്തൊഴുകി പോയ പ്രദേശമാണ്. എങ്കിൽ പോലും അവിടെ അടിഞ്ഞ കല്ലുൾപ്പെടെ മാറ്റി നോക്കുകയാണ്. അതായത് ഈ പ്രദേശത്ത് കുത്തിയൊഴിച്ച ഈ പ്രദേശത്ത് ഒരു തരത്തിലും ഒരു ചെറിയ സാധ്യത പോലെ ബാക്കിയുണ്ടെങ്കിൽ ആ സാധ്യത കൂടി പരിശോധിക്കുക എന്നുള്ളതാണ് ഇവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഒരു ബോഡി നമുക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം നാളെയും അത് തുടരുന്ന സാഹചര്യം ഉണ്ടാവും. അതിനുശേഷം പിന്നീട് നമുക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതയും പരിശോധിച്ച ശേഷം നിർബന്ധമായും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇവിടെ വയനാട്ടിൽ നിന്നും കിട്ടിയ മൃതശരീരങ്ങൾക്കൊക്കെ കൂടുതൽ കിട്ടിയിരുന്നത് മലപ്പുറം ജില്ലയിലെ നിന്നാണ്. അപ്പം വയനാട് ജില്ലയിൽ നിന്നുള്ള ഇന്നലെ ഞങ്ങൾ പരിശോധന നടത്തിയത് ഇവിടെ മീൻമുട്ടി വെള്ളച്ചാട്ടം വരെയുള്ള പ്രദേശം പരിശോധിച്ചിരുന്നു. മീൻമുട്ടി വെള്ളച്ചാട്ടം മുതൽ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പരിശോധിക്കുന്നുണ്ട്. ഇത് തമ്മിൽ രണ്ടും കൂട്ടി മുട്ടുന്ന ഒരു സമഗ്രമായ പരിശോധന നടത്തി അവിടെ പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് ഈ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഇവരുടെ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും സ്ഥലത്ത് പരിശോധിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി പരിശോധന നടത്തി അങ്ങനെ ഇതിൻ്റെ എല്ലാ ചെറിയ സാധ്യതകളും നമ്മൾ പരമാവധി പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന തന്നെയാണ് തുടർന്നുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. A devastation that has wiped out almost an entire town. The only thing here left is this landmark, which is Government School Vellarmala. The landslide wiped out almost over 1,000 families and killed over 300 people, and hundreds are still missing. Hi, we are joined by Pulpalli Offroaders, a community that has been completely active in the rescue efforts since day one. നിങ്ങൾ എന്തായിരുന്നു റെസ്ക്യൂ എഫേർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊന്ന് പറയാമോ? ഈ ദുരന്തബാധിത പ്രദേശങ്ങളെല്ലാം അവിടെ പോയി പെട്ടെന്ന് എത്തുന്നതിനും അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ഉള്ള വെഹിക്കിൾസ് പ്രത്യേകിച്ച് അതൊരു വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസാസ്റ്റർ ക്രൈസിസിൽ ഏറ്റവും വലിയ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഘടകമാണ് ഈ വെഹിക്കിൾസിൻ്റെ ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ. അതിന് ഈ പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് അതിലെ പല അംഗങ്ങളും പ്രത്യേകിച്ച് നിതിൻ ഉദയകൃഷ്ണ നേതൃത്വം നൽകുന്ന ഈ ഒരു സംഘം എല്ലാവരും ഓരോരുത്തർ പേര് എടുത്ത് പരാമർശിക്കുന്ന എല്ലാവരും വേണ്ടപ്പെട്ട സുഹൃത്ത്. അവർ അഹോരാത്രം രാവിലെ 4:30 എഴുന്നേറ്റ് വരുന്നു. പോകുന്നതെല്ലാം 10 മണി 11 മണിക്കാണ്. വളരെ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. കാരണം ഇവരുടെ ഈ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ പല ദൗത്യങ്ങളും അല്ലെങ്കിൽ പരാജയപ്പെടുമായിരുന്നു. ഇന്നുൾപ്പെടെയുള്ള ദൗത്യങ്ങൾ, അതായത് ഇന്ന്
ഒരു 2 പേര് 3 പേര് കുടുങ്ങിയിരുന്നു. അതായത് ഇന്നലെ ഒരു തെരച്ചിലിനായിട്ട് വന്ന ഒരു വോളണ്ടറി ഓർഗനൈസേഷനിലെ 3 മെമ്പേഴ്സ് അവർ ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുകയായിരുന്നു ഒരു ഇന്നലെ തൊട്ട്. ഇന്ന് എവിടായിരുന്നു? അത് സൂചിപ്പാറയുടെ തേർഡ് വാട്ടർഫാൾസിൻ്റെ ഒരു ലോവർ പോയിന്റിലാണ് അവർ കിടന്നവർ. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടും. ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് അവിടെ എത്താൻ സാധിച്ചതും. വളരെ അവരെ ഞാനും കേരള പോലീസിൻ്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടനിങ് ടീമിൻ്റെ 2 പേരെയും കൂടെ ഞാൻ ഇറങ്ങുന്നു, പിന്നെ അവർ സപ്പോർട്ടായിട്ട് അവരിറങ്ങുന്നു. അവരും കൂടെ ചേർന്നാണ് ഈ ഒരു ദൗത്യം പൂർത്തീകരിച്ചത്. കാരണം ശ്രമകരമായ ദൗത്യമായിരുന്നു. നമ്മുടെ ചെങ്കുത്തായ പാറ, അതിൽ നിന്ന് വളരെ പിന്നീടുള്ള ശക്തമായ ഒഴുക്കുള്ള ഈ പുഴ കടന്നു പാറക്കെട്ട് ചാടിക്കിടന്നാണ് ഇവരെ സേഫ് സോണിലേക്ക് എത്തിച്ചത്. ഈ സേഫ് സോണിൽ നിന്നാണ് എയർഫോഴ്സ് വന്ന് പിന്നീട് ലിഫ്റ്റ് ചെയ്തത്.